അതിനിഷ്കളങ്കം ചമഞ്ഞുള്ള വാദങ്ങളെല്ലാം മുഖ്യമന്ത്രി വി ഡി സതീശന് തിരിച്ചടിക്കാറാണ് പതിവ്. MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. MDMA കേസ് പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി തന്നെ മുഖ്യമന്ത്രിയുടെ വാദം പൊളിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു. നമസ്കാരം. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിക്കാം. വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിൽ സനീഷ് നടത്തിയ ഒരു പ്രവചനം കൂടി കണ്ടിട്ട് പ്രവചനം എൻ്റെ ഇന്നത്തെ പ്രവചനം എന്താ വെച്ചാൽ നാളെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ ഉണ്ടാവും. എൻ്റെ പ്രവചനം ഇതാണ്. അതായത് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ ഈ MV ഗോവിന്ദൻ ആരോപണത്തിൽ ഉന്നയിച്ച ഈ മെറ്റയുടെ കാര്യമുണ്ടല്ലോ, അതിലായിരിക്കും പിടിക്കുക. ഇനി വാർത്താ സമ്മേളനത്തിലേക്ക് ചോദ്യോത്തരവേളയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം. ഒന്നാമത്തെ വാദം, MDMA കേസ് പ്രതികളെ തനിക്കറിയാം. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. നവകേരള സദസ്സിലെ പ്രതിഷേധത്തിന് ശേഷമാണ് അവരെ തനിക്ക് പരിചയം. അത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ് ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 or 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? ഒന്ന് നിന്നേ, അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. പെരുമ്പാവൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സ് 2023 ഡിസംബർ 10 പക്ഷേ 2023 ഡിസംബർ 10 മുമ്പ് തന്നെ പ്രതികൾ VD സതീശനുമായി നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എത്രയോ തവണ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ VD സതീശനൊപ്പമുള്ള ഫോട്ടോ ആ പ്രതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനു മുമ്പ് തന്നെ VD സതീശൻ്റെ ഒപ്പം ഈ പ്രതി എത്തിയിരുന്നു എന്നല്ലേ അതിനർത്ഥം? ആ വാദം പൊളിഞ്ഞോ? ഇനി അടുത്തത്, എനിക്ക് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ വെച്ചിട്ടേ ഇല്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് താനെന്ന് അവകാശപ്പെട്ടത് പ്രതിയാണ്. അയാൾ കേസിൽ പ്രതിയേർക്കപ്പെട്ട ശേഷം അവകാശപ്പെട്ടതല്ല അത്. അതിനു മുമ്പ് തന്നെ അയാളുടെ FB പേജിലുള്ള അവകാശവാദമാണത്. ഇതുവരെ അത് നീക്കിയോ? VD സതീശൻ അങ്ങനെ ഒരാളെ നിയമിച്ചില്ല എന്ന് തന്നെ കരുതുക. എങ്കിൽ പിന്നെ ഇത്രയും കാലമായി അങ്ങനെ ഒരു പേര് നീക്കം ചെയ്യാത്തത് എന്തേ? സാധാരണ നിലയിൽ അങ്ങനെ നിയമിച്ചില്ല എങ്കിൽ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നു എന്നറിഞ്ഞാൽ അത് നീക്കം ചെയ്യണ്ടേ? തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നയാൾ, ആ ഓഫീസിൽ വന്നിരിക്കുന്നയാൾ, അങ്ങനെ പല തരത്തിൽ അയാളെ അറിയില്ലേ? അപ്പോൾ പിന്നെ പേജിൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടും അത് മാറ്റാൻ പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഇല്ലെങ്കിൽ അത് മാറ്റണമെന്നല്ലേ ഒരു നേതാവ് ആദ്യം പറയുക? ഇപ്പോഴും അതേ വാചകങ്ങൾ അവിടെ കിടക്കുന്നുമുണ്ട്. അതായത് ആ വാദത്തെ പൊളിക്കാൻ VD സതീശനോ VD സതീശനൊപ്പമുള്ളവരോ ഇതുവരെ ശ്രമിച്ചിട്ടേ ഇല്ല. അതിനെ വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല. പിന്നെ മുഖ്യമന്ത്രിയെ നിരന്തരം കാണുന്ന ഒരാളായിരുന്നു അയാളെന്ന് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റുകൾ കണ്ടാൽ തന്നെ തെളിവാണ്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള നിരവധി ഫോട്ടോകളുണ്ട്. പിന്നെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നത്, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണൂ. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ വാദവും ശരിയായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അടുത്ത പരിചയക്കാരെ പോലെയാണ് അവർ പെരുമാറുന്നത്. ഇനി സനീഷിൻ്റെ പ്രവചനത്തിലേക്ക് വരാം. MDMA കേസ് പ്രതികളുമായുള്ള ബന്ധത്തെക്കാളേറെ പറയാൻ പോകുന്നത് മെറ്റയുമായി ബന്ധപ്പെട്ടാകും. കൃത്യം മെറ്റയ്ക്കെതിരെ ഒരു ആഞ്ഞടിയായിരുന്നു. ഞാനോ മെറ്റയോടോ പരാതി പറയാനോ? നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും പരാതി ഉണ്ടോ നോക്കൂ. നമുക്കൊന്നിച്ച് മെറ്റയ്ക്കെതിരെ പോരാടാം, സർക്കാരുണ്ട് കൂടെ. മാധ്യമപ്രവർത്തകർ കോരിത്തരിച്ചുപോയി അത് കേട്ടിട്ട്. മെറ്റ അത് നാട്ടുകാരോട് പബ്ലിക്കായി പറയല്ലേ ഞങ്ങൾക്ക് പരാതിയുണ്ടെന്ന്. അങ്ങനെയാണോ മെറ്റ റിമൂവ് ചെയ്യുന്നത്?
ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്യുമോ എന്നറിയില്ല. റിപ്പോർട്ട് ചെയ്ത് പൂട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.